നമസ്കാരം, AK റൈഡർ 70 ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടോട്ടൽ ബോഡി ഇളക്കി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടൽ ബോഡി ഇളക്കുവാൻ നമുക്കാദ്യം ഈ ബോക്സിനെ ഇളക്കേണ്ടി വരും. അപ്പോൾ ഈ ബോക്സിനെ ഇളക്കണമെന്നുണ്ടെങ്കിൽ 3 ബോൾട്ട് വരും. ഈ ഭാഗത്ത് 2ആയിട്ടും പിന്നെ ഇവിടെ ആയിട്ടും വരും. അപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ബോഡി ഇളക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമായിട്ട് ഇതിനെ ടോട്ടൽ ബോഡി ഇളക്കാം. ഇഞ്ചക്ടർ ക്ലീനാണ് ഇന്ന് കാണിക്കുന്ന വീഡിയോ. അപ്പോൾ നമുക്കിത് ബോക്സ് ഇളക്കണം കേട്ടോ. ബോക്സ് ഇളക്കി കഴിഞ്ഞാൽ എന്നിട്ട് ടോട്ടൽ കേബിള്, ആക്സിലേറ്റർ കേബിള് നമുക്ക് റിലീസ് ചെയ്യേണ്ടിയുണ്ട്. അതിന് ശേഷം നമുക്കിത് ഇളക്കാം. ശേഷം ഈ സെൻസറുണ്ട്. സെൻസർ ഇങ്ങനെ നമുക്കിവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ മതി. ഇതിനെ താഴോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രസ് ചെയ്ത് വലിക്കുമ്പോൾ ഇതിഞ്ഞ് പോരും. അതേപോലെ തന്നെ 2 സെൻസറിൻ്റെ ഇതും കൂടെ നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ ടോട്ടൽ ബോഡി, പിന്നെ ഇതിവിടെ 10ൻ്റെ ഇതിനെ ഇത് ഫ്യൂൽ ഇഞ്ചക്ടറായിട്ട് വരുന്ന ഇതും കൂടെ നമുക്ക് റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോട്ടൽ ബോഡി ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഇങ്ങനെ മാറിയതിന് ശേഷം ഇവിടുന്ന് ഈ 2 LK ബോൾട്ടും ഇളക്കിയതിന് ശേഷം ഈ 2 LK ബോൾട്ടും ഇളക്കുക. ഇളക്കിയിട്ട് നമുക്കിതിനെ ടോട്ടൽ ബോഡി റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മാത്രം ഒന്ന് ലൂസ് ചെയ്താൽ എളുപ്പത്തിൽ വരും. അല്ല നമുക്കിത് അകത്ത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഇതുണ്ട്. അപ്പോൾ ഇതിൽ 10ൻ്റെ LK ആണിത്. ഇത് വേണമെങ്കിൽ അഴിക്കാം. നമുക്കിതൊന്ന് ഞാനൊന്ന് അഴിച്ച് നോക്കി, അഴിച്ചിട്ട് ലൂസ് ചെയ്തിട്ട് ഈ ക്ലാമ്പിൽ ഇതിനെ നമുക്കൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിഞ്ഞ് ഇളക്കിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് വരുന്ന ഇവിടെ ഒരു നമ്മളെ ചോക്കിൻ്റെ ഒരു ഇത് വരും. അത് നമുക്ക് പ്ലെയർ കൊണ്ട് റിലീസ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ബോഡി നമുക്കിഞ്ഞ് വെളിയിലെടുക്കാം. അകത്തുള്ള കണ്ടീഷൻ ഇതാണ് കണ്ടോ. ഇത്ര കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇതിൽ പിന്നെ മിസ്സിങ് വരാതിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. ഇതെടുക്കുമ്പോൾ, ചോക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു സ്പ്രിങ്ങും ഇതും വരും. ഇത് നമുക്ക് ഇതിലൊന്നും ചെയ്യേണ്ടി വരില്ല. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്കിത് മാറ്റിയിട്ട് ടോട്ടൽ ബോഡി മാത്രം നമുക്കെടുക്കാം. അപ്പോൾ ടോട്ടൽ ബോഡി നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കാണാമെന്ന് കഴിയുന്നു. അതുകൊണ്ട് ഇതിനകത്ത് കംപ്ലീറ്റും കാർബണാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്യണം. നല്ല കരിയുണ്ട് ഇതിനകത്ത്. ഈ കണ്ടീഷനിലാണ് കാർബൺ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സെൻസറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നതാണ്. കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ മിസ്സിങ് മാറിക്കിട്ടും. ഓക്കെ, ഇളക്കുന്ന പാർട്സൊക്കെ ശ്രദ്ധിച്ച് വയ്ക്കണം. ഇത് 5-ാം നമ്പറാണ്. 5-ാം നമ്പർ എടുത്തിട്ട് ഇത് നമ്മുടെ സെൻസറിൻ്റെ ഒരു TPSൻ്റെ ഇതിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 കിലോമീറ്റർ വരുമ്പോൾ നമ്മളിത് ഇളക്കി ക്ലീൻ ചെയ്യണതാണ്. ഈ ബോൾട്ടിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ വയ്ക്കുക, LKയാണ്. എന്നിട്ട് ഇതിന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇളകി വരും കേട്ടോ. അതേപോലെ തന്നെ പ്രസ് ചെയ്ത് തിരിച്ചും വയ്ക്കുക. TPSൻ്റെയാണ് ഇത്. ഇതിനകമൊക്കെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ക്രൂകളൊക്കെ ഈ സെൻസറിൻ്റെ ഈ അഡാപ്റ്ററിനെ നമുക്ക് ഇളക്കിയെടുക്കണം. നമുക്ക് ഈ സെൻസറിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട്, ചില ടൈറ്റായിരിക്കും. അതിനെ ഇളക്കിയെടുക്കണം. ഇതുപോലെ ഇത് ക്ലിപ്പാണ് കേട്ടോ. ഇതിങ്ങനെ വരുന്ന ഒരു സ്റ്റേ പോലത്തതാണ്. ഇത് നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതും അതുപോലെ തന്നെ പതുക്കെ ഇളക്കിയെടുക്കുക. ഇതിനകത്തൊക്കെ നന്നായിട്ട് പൊടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും തന്നെയാണ്. നമുക്ക് ഓരോന്നായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിനകം കണ്ടോ, ഇവിടെ ഈ ഇതിൽ താങ്കൾ നോക്കിക്കൊള്ളണം. നമ്മുടെ ഈ പാത്രത്തിനകത്ത് എന്തുമാത്രം ഇതിനെ മാറ്റി വയ്ക്കുക. ഇതിനെ ടോട്ടൽ ബോഡിക്കകത്തുള്ള മാത്രം കച്ചട അല്ലെങ്കിൽ അകത്തുള്ള മാത്രം അഴുക്കെത്ര ആണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് കയറി ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ എന്തായിരുന്നാലും അതുകൊണ്ട് ബ്രഷ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്ത് ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലും നല്ല കറുകറാന്നാണ് ഇരിക്കുന്നത്. ഇതിനകമൊന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ കറുകറാന്നാണ് കാർബൺ കയറിയിരിക്കുന്നത് കേട്ടോ.
അതുകൊണ്ട് ഇതാണ് ഇത് ക്ലീനായെന്ന് നോക്കി. ഇത് കാർബൺ ക്ലീനറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ജെന്യൂൻ പാർട്സാണ്. കാർബറേറ്റർ ആൻഡ് ടോട്ടൽ ബോഡി ക്ലീനറാണ്. ഇത് വന്നിട്ട് വില 315 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. ടോട്ടൽ ബോഡി ക്ലീനറാണ്. നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല വേറെ ഒരു വകുപ്പും വേറെ ഒന്നും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. പെട്രോളിട്ട് ക്ലീൻ ചെയ്താൽ ഇത്രയും അഴുക്ക് പെട്ടെന്ന് ഇളവില്ല. ഇത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ടർ ക്ലീനിങ് ഉണ്ട്. ആദ്യം നമുക്കിത് ടോട്ടൽ ബോഡി ക്ലീൻ ചെയ്യാം. പെട്രോളും ഉണ്ട് ഇതിൽ. പെട്രോൾ ഒഴിച്ച് വേണമെങ്കിൽ ആദ്യം ഒന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്യൂവലിൻ്റെ ഓരോ ഭാഗത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇതിനകത്ത് കംപ്ലീറ്റും കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ഹോളിക്കൂടെ അകത്തടിക്കുമ്പോഴത്തേക്ക് എന്നിട്ടും കരി മാറിയിട്ടില്ലെന്നുള്ളതാണ്. ഇതിനകത്തോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഈ ഹോള് വഴി കഴിഞ്ഞ് വെളിയിൽ വരും. ഇത് കുറേ ദിവസമായി ഇത് ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായി കേട്ടോ. ഇത് ഇവിടെ കൊടുത്ത് കക്ഷി ക്ലീൻ ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷേ അത്രമാത്രം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. ഇതാ ഇതിൽ വരുന്നുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. കുറേ വർഷം കൊണ്ടിത് ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റും ആയൻ്റെ പേരിലാണ്. കാർബൺ ആയതുകൊണ്ടാണ് ഇത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഇളക്കുന്ന സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെവിടെയൊക്കെ ഹോളുണ്ടോ അതെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കണം. അത് നമുക്ക് നോക്കണ്ട ഇന്ന ഹോളാണ് എന്താണെന്നുള്ളത് നോക്കണ്ട. കറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാ ഹോളിക്കൂടെയും നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ക്ലീനായി. നമ്മളെല്ലാ ഭാഗവും നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ താങ്കളിത് കണ്ടറിയാം. ഇത് ഇത്രയും കാർബറേറ്ററിനകത്തിരുന്ന് ടോട്ടൽ ബോഡിക്ക് അകത്തിരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഇത്രയും സാധനം ഇതിനകത്തിരുന്നതാണ്. വണ്ടി മിസ്സിങ് ആവാതെ വരേണ്ട ഒരു സാഹചര്യമില്ല. മിസ്സിങ് ആയി തന്നെ ആവണം കേട്ടോ. അത് ഇതിനകത്തിരുന്ന സാധനങ്ങളാണ് ഇത് മാത്രം. കാണാം. ഇതിനകപ്പം കണ്ടല്ലോ, ഇത്രയും അഴുക്ക് ഇതിനകത്തുനിന്ന് നമ്മൾ എടുത്ത് കളഞ്ഞതാണ്. അതുകൊണ്ടോ
നേരത്തെ ഇരുന്നതുണ്ട്. ഇത് സ്ലൈഡാണ്. ഇതിനകമൊക്കെ നേരത്തെ ഇരുന്നത് തങ്ങളിലുള്ള വ്യത്യാസം. നമുക്ക് ഈ സെൻസറിൻ്റെ ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ നോബിലൊക്കെ വന്നിട്ട് കാർബൺ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്യാം. നമുക്ക് മാറ്റാം ഇതിന്. നമ്മൾ ഈ സെൻസറിൻ്റെ അഡാപ്റ്ററിൽ അതുകൊണ്ട് ഇതേപോലുള്ള ചെറിയ ഓറിനൊക്കെ മറന്നു പോകാതെ തന്നെ എടുത്ത് ഇതിനകത്ത് ഇടേണ്ടതുണ്ട്. അതാണിത് പെട്രോൾ വെച്ച് വാഷ് ചെയ്യലെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്രോൾ വെച്ച് നമ്മുടെ കാർബറേറ്ററിൻ്റെ ഇതൊക്കെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഓവലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും കാർബൺ ക്ലീനർ തന്നെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ കൊടുക്കാം. ഇങ്ങനൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതകത്ത് കയറിക്കോളും. ചെറിയ സ്ക്രൂ കറക്റ്റായിട്ട് ഇതിനെ ലെവൽ ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് ഇട്ട് ടൈറ്റ് ചെയ്യുക. അത്യാവശ്യം ടൈറ്റ് വേണം ഇത്. അടുത്ത് അത് കഴിഞ്ഞിട്ട് മൊത്തം സെൻസറിൻ്റെ നമുക്ക് ഈ ഒരു മൈനസ് പോലെ വരുന്ന ഭാഗത്ത് ഇതിനെ നേരെ ഇങ്ങനെ വയ്ക്കുക. പ്രസ് ചെയ്യുമ്പോൾ അതകത്ത് പോകും. കുറച്ച് ഇങ്ങനെ തിരുക്കി കയറ്റി കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അകത്ത് വരും. കേട്ടോ, എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. കാർബറേറ്റർ ടോട്ടൽ ബോഡിയുടെ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള വിഷയമാണ്. നമുക്ക് കൂടുതൽ ടെൻഷനൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാണ്ടൊന്ന് കൊള്ളിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം. ടോട്ടൽ ബോഡി ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്കെല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ലൂസ് ചെയ്യുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും പൊട്ടാതെ, ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെതാണ് കേട്ടോ. ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കിട്ടാനും വലിയ പാടാണ് ഇതിൻ്റെ ഓരോ പാർട്സുകൾ. ഓക്കെ, ടോട്ടൽ ബോഡി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇഞ്ചക്ടറാണ്. അപ്പോൾ ഇഞ്ചക്ടറിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഞ്ചക്ടർ ഇതിൽ കുറച്ച് അതിനകത്തുള്ള അഴുക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ക്ലീനർ വെച്ച് നമുക്കിതിനെ പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓപ്പണായിട്ട് അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ പോവും. ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നും കൂടെ നോക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇഞ്ചക്ടറിൽ 2 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് വിഷയമില്ല. അത് നേരെ ഇവിടെ വന്നിട്ട് ഈ ഒരു ബാറ്ററിയിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നേരെ കാർബറേറ്റർ ക്ലീനർ ഈ പമ്പിനകത്ത് വന്ന് വർക്കായി ഇവിടെ മേളിൽ കൂടെ ഇവിടെ നിന്ന് ഇത് പാസ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കാർബറേറ്റർ ക്ലീനർ ഇതിനകത്ത് ചെന്നിട്ട് എന്തെങ്കിലും കാർബൺ വല്ലതും ഉണ്ടെങ്കിൽ, അടവുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സ്പോർട്സായിട്ട് അതിൻ്റെ പ്രഷർ വന്ന് ഇതിൽ കൂടെ ക്ലിയറായി പോകും കേട്ടോ. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാർബറേറ്റർ ഇതിൻ്റെ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിലിതാ 2 പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല, 2 വയർ കൊടുക്കേണ്ട ഇതുണ്ട്. അതിൽ 2 വയർ നമ്മൾ കൊടുത്ത് ബാറ്ററിയിലാണ് കണക്ഷൻ കൊടുക്കാൻ പോകും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ബാറ്ററിയിൽ ഇതിങ്ങനെ ഒന്ന് നെഗറ്റീവിലും ഒന്ന് പോസിറ്റീവിലും 2 വയർ അപ്പുറം കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള ക്ലിയർ ആവും.
നന്നായിട്ട് ഫ്യൂവൽ ഇത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമുക്ക് പ്രസ് ചെയ്തു. 2-3 പ്രാവശ്യം ഇത് വരുമ്പോഴത്തേക്ക് കറക്റ്റാണ്. പിന്നെ മാറി പറയുന്നത് നല്ല പ്രഷറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇത് ക്ലിയർ. ഇത് ലേശം ഇവിടെ ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സെറ്റപ്പൊക്കെ ചെയ്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് തിരികെ ഇതിനകത്തുള്ള കറക്റ്റായിട്ടുള്ള ഇത് വേണമായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ വേണമായിരുന്നു, അത് ക്ലിയർ ചെയ്തു. പിന്നെ അതിനുശേഷം ഈ പൈപ്പിൻ്റെ ഇവിടെ നമ്മൾ സെലോ ടേപ്പാണ് ചുറ്റിയിരിക്കുന്നത്. ഇതാണ് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ശരിയായ രീതി. ഇപ്പോൾ ഇങ്ങനെ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് വേറെ അഴുക്കും മറ്റുള്ള കാർബണൊക്കെ പോയി എന്നുള്ളത് തീർച്ചയാക്കാൻ കഴിയും. ഇനി ഇതിനെ പമ്പ് അതിൽ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇളക്കിയതുപോലെ തന്നെയാണ് നമുക്ക് ഫിറ്റ് ചെയ്താലും മതിയാവും. ആദ്യം നമുക്ക് ഇഞ്ചക്ടർ ഇതിൽ ഫിറ്റ് ചെയ്യണത് ഇവിടെയാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഇങ്ങനെ വരും. ഈ ക്ലാമ്പ് അപ്പുറത്തെ സൈഡിൽ, ഈ ക്ലാമ്പ് കണ്ട ഈ അപ്പുറത്തെ സൈഡിൽ കാണിക്കാം. ഇതാദ്യം നമുക്ക് ഇങ്ങനെ ഇതിലാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഈ ഓസ് നേരെ ടാങ്കിൽ നമ്മളെ ഫ്യൂവൽ പമ്പിൽ പോകുന്നതാണ്. ഈ ഓസ് ഒരൊറ്റം ഫ്യൂവൽ പമ്പിൽ പോകുന്നതാണ്. ഇത് ഇഞ്ചക്ടർ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തതാണ് ഈ പമ്പ്. നമുക്ക് ചാലച്ച് തിരിക്കിയാണ് ഇറക്കാനുള്ളത് കേട്ടോ. എടുത്തിട്ട് കറക്കി ഒരു വാഷർ വരും, കറക്കിയാണ് നമുക്ക് ഇറക്കാനുള്ളത്. നമുക്ക് ആ ഇഞ്ചക്ടർ അതിൻ്റെ ഒരു ഭാഗം ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ ഒരു ക്ലാമ്പ് നമുക്കിവിടെ വെച്ചിട്ട് ഈ 10ൻ്റെ നെറ്റിട്ട് ഇതിവിടെ ടൈറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഇഞ്ചക്ടർ ഫിറ്റ് ചെയ്തായിരുന്നു. അതിൽ 10ാം നമ്പർ ഇവിടെ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് സൂട്ടാവും. അടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ടോട്ടൽ ബോഡിയാണ്. അപ്പോൾ ഇതിൽ വേറെ സിമ്പിളായിട്ട് നമുക്കിതിൽ ഫിറ്റ് ചെയ്താൽ മതി. ഇതിനകത്ത് കയറ്റിയിട്ട് ഇതിങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേബിള് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. തൽക്കാലം നമ്മൾ കേബിൾ ഇപ്പോൾ ഇടുന്നില്ല. കേബിൾ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ, അപ്പോൾ ടോട്ടൽ ബോഡി നമുക്ക് അങ്ങനെയാണ് ഫിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്നിട്ട് ഇത് നമ്മുടെ ചോക്കാണ്. ചോക്ക് നമുക്ക് ആദ്യം ചോക്കിനെ ഫിറ്റ് ചെയ്ത് അകത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് മുകളിൽ കൂടെ കാണിച്ചു ചോക്കും കൂടെ ഫിറ്റ് ചെയ്തതിന് ശേഷം ടോട്ടൽ ബോഡി നമുക്ക് ഫിറ്റ് ചെയ്യാം. നമ്മളത് കറക്റ്റ് സെറ്റായോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ടോട്ടൽ ബോഡിയുടെ കേബിൾ ഇവിടെയാണ് വരുന്നത്. രണ്ട് കേബിളാണ് 500-ന് വരുന്നത്. അപ്പോൾ 2 കേബിളും നമ്മൾ ഇടുന്ന രീതിയൊക്കെ അടുത്തൊരു വീഡിയോയിലായിട്ട് പറയാം. 2 കേബിൾ 2 സ്ഥലത്തായിട്ടാണ് വരുന്നത്. എവിടെയൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് കറക്റ്റായിട്ട് കാണിച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്ക് ഈ ക്ലാമ്പ് മുറുക്കി കൊടുത്താൽ മതി. ഈ സെൻസറിനെ നമുക്കിവിടെ കൊടുക്കാം. അടുത്ത കൊടുത്തിട്ട് അപ്പുറത്തൊരു സെൻസറുണ്ട്, അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ബോഡി ഇളക്കി ക്ലീൻ ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, താങ്ക് യു.